ഞാനിവിടെ ഈ മീറ്റ് ദ പ്രസ് പ്രോഗ്രാമിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒഫീഷ്യലായിട്ട് വരുന്നത്. ഇതിനു മുമ്പൊരിക്കൽ എൻ്റെ ഫിലിം CBI 5 റിലീസായപ്പോൾ അന്നും ഇതുപോലെ ഒരു പ്രസ് മീറ്റിന് ക്ഷണിച്ചിരുന്നു. നിങ്ങൾ വന്നു, ഞാനും അതും എല്ലാവരും ഉണ്ടായിരുന്നു. അന്നും സുഹൃത്തുക്കളായിട്ടുമായിട്ടുള്ള സംവാദമൊക്കെ ഉണ്ടായി. ഇന്നും അതെ. ഇന്ന് ഞാൻ ഒരു പുതിയൊരു കാൽവയ്പ് നടത്തിയതിന് ശേഷമാണ് വരുന്നത്. ഒരു എഴുത്തുകാരനിൽ നിന്നും ഒരു സംവിധായകനിലേക്കുള്ള ഒരു മാറ്റം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ, സീക്രട്ട് എന്നുള്ള സിനിമയിൽ. കാരണം ആ സിനിമ ഞാൻ ചെയ്യാൻ കാരണം എനിക്കൊരു പ്രത്യേകതരം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. മറ്റുള്ള യൂഷ്വൽ ജേണലിൽ പെടാത്ത ഒരു ഡിഫറൻ്റായ ഒരു തീം. ഇവിടെ നിങ്ങൾ ഭൂരിഭാഗം പേര് ആ സിനിമ കണ്ടിരിക്കും. കാരണം നമ്മളിവിടെ പ്രസ് ഷോ നടത്തിയിരുന്നു, അതിന് പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരുപാട് തരം സംശയങ്ങളുണ്ടാവാം. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടാവാം. ഞാൻ തന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ അതിനകത്തൊരു അഭംഗിയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളായ പത്രമാധ്യമ പ്രവർത്തകരോട് അവർക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്ര പ്രസാദ്, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. എൻ്റെ ഇതൊരു പുതിയ സംരംഭമാണ്. ഇന്ന് സിനിമ തിയേറ്ററുകളിലെല്ലാം ഒരുവിധം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് എനിക്ക് ഏറ്റവും സംതൃപ്തി തരുന്ന എൻ്റെ ഇതിനകത്തിലെ സാമ്പത്തിക ലാഭമല്ല. ഇത് ഇന്നത്തെ സമൂഹത്തിന് സ്വാമിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയൊരു സന്ദേശം എൻ്റെ ഒരു സിനിമയിൽ കൂടി എനിക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ആത്മസംതൃപ്തി. അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണം. ഇന്നത്തെ സമൂഹത്തിനും പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത്യാവശ്യമായ ഒരു സന്ദേശമാണ് ഈ സിനിമയിൽ കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത മാധ്യമ സുഹൃത്തുക്കൾ കണ്ട് ഈ സമൂഹത്തിൽ ഇത് എത്തിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സീക്രട്ട് എന്ന് പറയുന്ന സിനിമയിലൊരു വേഷം അഭിനയിച്ചു. ഒരു നടനായിട്ടാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തിരുവനന്തപുരത്ത് ഞാനൊരു പ്രൊഡ്യൂസറായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. ഈയിടെയായിട്ടാണ് വേഷം മാറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാമിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള, എനിക്ക് തോന്നുന്നു 40 വർഷത്തിൽ കൂടുതലായി ഞാനും സ്വാമിയായിട്ടുള്ള. ഞാൻ നിർമ്മിച്ച സിനിമയ്ക്ക് തിരക്കഥ എഴുതി, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമ ഞാൻ അഭിനയിച്ചു. കെ മധുവിൻ്റെ തന്നെ CBI എന്ന് പറഞ്ഞ കഴിഞ്ഞ പടം, അതിലും ഞാൻ അഭിനയിച്ചു. ഇപ്പം സ്വാമി ഡയറക്റ്റ് ചെയ്ത പടത്തിലും അഭിനയിക്കാൻ പറ്റി. അതൊക്കെ ഒരു വലിയ സംഭവമാണ്. സ്വാമി എന്നൊരു വലിയ സംഭവമാണ് മലയാള സിനിമയിൽ. SN സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്താണ്. എത്രയോ സിനിമകൾ, സ്വാമിയുടെ മിക്കവാറും എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോൾ സ്വാമിയുടെ ആദ്യത്തെ സംരംഭമാണ് ഈ സിനിമ. വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഉള്ളൊരു സംഭവമാണ്. അത് നിങ്ങൾ പോയി കണ്ടിട്ട് വേണം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ ഞാനിരുന്ന് ആ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളല്ല പറയുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്വാമി കൺസീവ് ചെയ്തൊരു സ്ക്രിപ്റ്റാണ് അത്. എന്തായാലും അതിന് ഈ സിനിമ വിജയിപ്പിക്കാനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടാണ്. കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിച്ചാൽ അതിന് പറയാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനും SN സ്വാമിയായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 1984. ശരിക്കും സ്വാമി ഒരു വശത്തൂടെ പറഞ്ഞ സിനിമയിൽ എന്നെക്കാളും ജൂനിയറാണെങ്കിലും സീനിയറും കൂടാണ്. സ്വാമി എഴുതിയ സ്ക്രിപ്റ്റ് JS ഡയറക്റ്റ് ചെയ്തതിനകത്ത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബന്ധം തുടരുന്നത് 20-ാം നൂറ്റാണ്ട് തൊട്ടാണ്. അത് പിന്നെ സിനിമാ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. അത് CBI 5 വരെ എത്തിച്ചു. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, സ്വാമി സാധാരണ ഒരു വാചകത്തിലോ 2 വാചകത്തിലോ 3 വാചകത്തിലോ എന്നോട് കഥ പറയും. ഇപ്പോൾ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയുടെ കഥ ഞാൻ മദ്രാസിയിലെ ഒരു പടമായിട്ട് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിയോട് വന്നിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് ടേബിളിൻ്റെ മുമ്പിൽ ഒരു ബെഞ്ചുണ്ട്. അവിടുത്തെ എല്ലാ പ്രമുഖ സംവിധായകരും ഇരുന്നിട്ടുള്ള ബെഞ്ചാണ്.
അതിപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ അവിടെ എഡിറ്റിംഗ് ഒന്നുമില്ല. അവിടെ വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, എടോ ഞാൻ അതിന് മുമ്പ് തൊട്ട് സ്വാമിയോട് പറയുന്നു CBIയുടെ ഒരു അടുത്ത ഭാഗം 3-ാം ഭാഗം നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. വരട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഒരു ചെറിയ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ എന്താ സ്വാമി? 6 കൊലപാതകം ചെയ്യുന്ന ഒരാൾ ഒരു CBI ഓഫീസറോട് പറയുന്നു, അതിൽ 5 എണ്ണം ഞാനാണ് ചെയ്തത്, ബാക്കി 1 എണ്ണം ആരാന്ന് സാറ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിക്കുന്ന ആളാണ് SN സ്വാമി. അപ്പോൾ അങ്ങനെ സ്വാമി ആ പറഞ്ഞ ഒരു ത്രെഡിൽ നിന്നാണ് ആ സിനിമ കണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ സിനിമകളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റിങ്ങിലെ ഒരു പ്രത്യേക രീതിയാണ് സ്വാമിക്ക്. അത് വഴക്കും വയ്യാവേലും ഞങ്ങളുടെ മധ്യസ്ഥൻ മമ്മൂട്ടി, മോഹൻലാൽ വന്നിട്ടില്ല മധ്യസ്ഥയ്ക്ക്, മമ്മൂട്ടിയാണ് ഞങ്ങളുടെ മധ്യസ്ഥൻ വഴക്കിന്. അപ്പോൾ ഒരുപാട് വഴക്കും ഒക്കെ ഇട്ടാണ് ഒരു സിനിമയും ഞാനും സ്വാമിക്കൂടെ ഉണ്ടാക്കുന്നത്, സ്വാമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു, ഇന്നലെ സെക്കൻഡ് ഷോയിൽ കണ്ടു. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ സ്വാമിക്ക് ഷേഖാൻ്റെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സ്വാമി ഒരു നല്ല സിനിമ എടുത്തല്ലോ സ്വാമി എന്നാണ് പറഞ്ഞു. ആസ് എ ഡയറക്ടർ ഹി ഡിഡ് ഹിസ് ജോബ് വെരി വെൽ. അതാണ് എനിക്ക് ഒറ്റ ബാക്കി പറയാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സ്വാമി നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കും. ഒരു സിനിമ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ്. സ്വാമിയുടെ പടമല്ലേ, സ്വാമി എന്നോട് പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണോ പോകുന്നത്. സ്വാമി ആ വഴിക്കൂടെല്ലാം വൃത്തിയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ ഒരു ഒരു സംവിധായകൻ്റെ ആദ്യ സംരംഭം എന്നുള്ളതിൽ തികച്ചും അഭിനന്ദനം അറിയിക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഞാൻ ഒരുപാട് പടം ഡയറക്റ്റ് ചെയ്ത ആളും ഒരുപാട് പടം സ്വാമിയായിട്ട് കൂടെ വർക്ക് ചെയ്ത ആളും എൻ്റെ സിനിമകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വാമിയുടെ ജോലി ഈ സിനിമയിൽ വളരെ ഒരു ഉന്നത നിലവാരം പുറത്തുനിന്നാണ്. പിന്നെ അതിൻ്റെ കഥ വളരെ വ്യത്യസ്തമായ കഥയാണ്. ഇത്രയും കാലം എന്നോട് ഈ കഥ പറയാൻ എന്താണെന്ന് എനിക്കൊരു പരിഭവമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാമി പല കഥകളും പറഞ്ഞുകൊണ്ട് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ സ്വാമി ഡയറക്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല സ്വാമി. അതുകൊണ്ട് സ്വാമി പറഞ്ഞില്ല, ഇനിയും കഥ പറയും, വേറെ കഥകളൊക്കെ ഉണ്ട് സ്വാമിയുടെ. അതുകൊണ്ട് സ്വാമിക്കും പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ്. കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ നിർമ്മാതാവും സംവിധായകനുമാണ്, സുരേഷ് കുമാർ നിർമ്മാതാവാണ്, ഭാഗ്യലക്ഷ്മി ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ഉള്ളതാണ്. ഈ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു, എനിക്കിന്ന് സാമ്പത്തിക നേട്ടത്തിലുപരി ഇതിപ്പോഴത്തെ കാലത്തെ യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. കാര്യം വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് വിശ്വാസമായിട്ടും അവിശ്വാസമായിട്ടും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കയറുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമി കൊണ്ടുവന്ന ഈ തീം 2 കാര്യങ്ങളാണ്, ഇതിൻ്റെ കഥ, ഇതിൻ്റെ സംവിധാനം. ഇത് രണ്ടിലും സ്വാമി വിജയിച്ചിരിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഇത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാം. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഈ സിനിമയിൽ ജോലി ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും തന്നെ വന്നിരിക്കുന്നത് ഒരു സ്വാമിയേട്ടന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നേരിടുന്ന പല വിധത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ, അത് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാമിയേട്ടൻ എത്ര നല്ല എഴുത്തുകാരനാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു സംശയവുമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും ഇപ്പോൾ CBI ഡയറക്കുറിപ്പ് ഇത്രയും പല വർഷങ്ങളായിട്ട് ആ സിനിമ ഇന്നും സക്സസ് ആയിട്ട് പോകുന്നത് തന്നെ സ്വാമിയേട്ടൻ്റെ എഴുത്തും സംവിധാനവും കൂടിയാവുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു മോശം സിനിമ ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. സിനിമ സത്യസന്ധമായ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും എൻ്റെ അടുത്ത് സിനിമ കണ്ടപ്പോൾ, നമ്മളൊക്കെ സിനിമയിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമാ സുഹൃത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഇപ്പം നേരത്തെ മധുചേട്ടൻ പറഞ്ഞല്ലോ, എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് പിന്നീട് ഞാൻ പേഴ്സണലി വിളിച്ച് പറയാം എന്ന് പറഞ്ഞ മാതിരി അത് നമ്മൾ പേഴ്സണലി വിളിച്ച് പറയും എന്ന് പറഞ്ഞ, പക്ഷേ പുറത്ത് സിനിമയ്ക്കുള്ളിലല്ലാത്ത ഒരുപാട് പേര് നമ്മൾ എല്ലാവരോടും ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് സിനിമ എന്ന്. അപ്പം ഇന്നിപ്പോൾ ഞാൻ വിശേഷം എന്ന് പറയുന്ന സിനിമ കാണാൻ പോകാനിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ ദിവസം അപ്പം സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് സിനിമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.